പരിശുദ്ധ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചതാണ് എന്ന് പലപ്പോഴായി പ്രത്യേകിച്ചും ക്രൈസ്തവരുടെ കൂട്ടത്തിൽപ്പെട്ട ഇസ്ലാമിക വിമർശകരും അത് ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റു പലരും പറയാറുള്ള ഒരു ആരോപണമാണ്. ഈ ഒരു പ്രത്യേക നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ അത് ഒന്നുകൂടി ശക്തമായി അവർ പറയുന്നു എന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ ഒരു സംസാരത്തിലൂടെ. ഇവിടെ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും കാരണമായി പറയുന്നത് ബൈബിളിലുള്ള പല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ കാണപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പോൾ രണ്ട് ഗ്രന്ഥങ്ങളിൽ ഒരേപോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, പ്രധാനമായും അതിന് രണ്ട് സാധ്യതകളാണല്ലോ ഉള്ളത്. ഒന്നുകിൽ അത് കോപ്പി അടിച്ചതായിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരു സാധ്യതയുമുണ്ട്, ഇത് രണ്ടും എഴുതിയത് ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരേ സ്രോതസ്സിൽ നിന്നായിരിക്കണം. അപ്പോൾ ഒരേപോലെയാകുമ്പോൾ ഈ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ കോപ്പി അടിക്കുക, അതല്ലെങ്കിൽ ഒരേ സ്രോതസ്സിൽ നിന്ന് ഒരാൾ തന്നെ രണ്ടും എഴുതുക. ഇവിടെയാണ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകളോടും പറയാനുള്ളത്. നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയമില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് പാരായണം ചെയ്തു കൊടുത്ത പരിശുദ്ധ ഖുർആനിൽ തൗറാത്തിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഇൻജീലിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഖുർആനിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, മറ്റു വേദങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോഴാണ് ഇസ്ലാമിൻ്റെ മഹത്വവും അതിൻ്റെ വിശാലതയും അതിൻ്റെ മേന്മയും അതിൻ്റെ നന്മയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് തൗറാത്തിലുള്ള കാര്യങ്ങൾ ഇൻജീലിലും ഇൻജീലിലുള്ള കാര്യങ്ങൾ ഖുർആനിലും കാണപ്പെടുന്നത് എന്ന്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 213-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരൊക്കെ ഏക സമൂഹമായിരുന്നു. അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി കൊണ്ട് അമ്പിയാക്കളെ നാം അയക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചു. വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീ, ആ അമ്പിയാക്കൾക്കൊക്കെ അവരുടെ കൂടെ നാം വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചു കൊടുത്തു, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി. അപ്പോൾ എല്ലാ അമ്പിയാക്കൾക്കും വേദഗ്രന്ഥം നൽകിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സ്രോതസ്സ് മനുഷ്യരുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളുടെ വലിയ ഒരു ക്വാളിറ്റിയായി സൂറത്തു ആലു ഇമ്രാൻ 3-ാം അധ്യായത്തിലെ 119-ാമത്തെ ആയത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാ അൻതും ഉലായി, ഓ വിശ്വാസികളെ, നിങ്ങളുടെ കാര്യം ആശ്ചര്യം തന്നെ. തുഹിബ്ബൂനഹും, നിങ്ങൾ മറ്റു മതസ്ഥരെ വേദക്കാരെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വലാ യുഹിബ്ബൂനക്കും, എന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. മാത്രമല്ല വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി, നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു. വേദഗ്രന്ഥങ്ങളായി അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്നത് മുസ്ലിമീങ്ങളെ നിങ്ങളുടെ പ്രത്യേകതയാണ്. കാരണം എല്ലാ വേദങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്നും അതിൻ്റെ എല്ലാം സ്രോതസ്സ് ഒന്നാണ് എന്നും മുസ്ലിമീങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വീണ്ടും സൂറത്തു ആലു ഇമ്രാൻ 3-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, ഈ വേദഗ്രന്ഥത്തെ സത്യപ്രകാരം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, പൂർവീക വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത് കടന്നു വന്നത്, കളവാക്കിക്കൊണ്ടല്ല. മാത്രമല്ല വ അൻസല തൗറാത്ത വൽ ഇൻജീൽ, തൗറാത്ത് അവതരിപ്പിച്ചതും അല്ലാഹു തന്നെ, ഇൻജീൽ അവതരിപ്പിച്ചതും അല്ലാഹു തന്നെ. അപ്പോൾ മൂസാ നബിക്ക് നൽകപ്പെട്ട തൗറാത്തും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട തൗറാത്തും രണ്ടും ആരാണ് അവതരിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
വീണ്ടും സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ. 5-ാം അധ്യായം. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ. തൗറാത്ത് നാം ആകുന്നു അവതരിപ്പിച്ചത്, അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അപ്പോൾ തൗറാത്തിൽ മാർഗദർശനമുണ്ട്, പ്രകാശമുണ്ട്, എല്ലാ നന്മകളും അതിലുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാമാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ തൗറാത്ത് അനുസരിച്ചുകൊണ്ട് യഹൂദന്മാരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും സൂറത്തുൽ മാഇദയിലെ തന്നെ 46-ാമത്തെ ആയത്തിൽ കാണാം, വഖഫൈനാ അലാ ആസാരിഹിം ബിഈസ ഇബ്നു മറിയം മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്. പിന്നീട് മറിയമിൻ്റെ മകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവരെ തുടർന്നു കൊണ്ടുവന്നു. തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. തൗറാത്തിനെ കളവാക്കിയിട്ടല്ല, സത്യപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു വന്നത്. വ ആതൈനാഹുൽ ഇൻജീല, അദ്ദേഹത്തിന് നാം ഇൻജീൽ നൽകി. ഫീഹി ഹുദൻ വനൂർ, അതിലുമുണ്ടെന്ത്? മാർഗദർശനമുണ്ട്, പ്രകാശമുണ്ട്. വ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാത്ത്, തൗറാത്തിലുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇൻജീൽ കടന്നു വന്നത്. അപ്പോൾ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഇൻജീൽ കടന്നു വന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നു. ഇനി ഒരു യഥാർത്ഥ മുസ്ലിം എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സൂറത്തു ആലു ഇമ്രാൻ 3-ാം അധ്യായം 85-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖുൽ ആമന്നാ ബില്ലാഹ്, പറയുക ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അഥവാ ഖുർആനിലും. അതിൽ മാത്രമാണോ? അല്ല. വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത്, ഇബ്രാഹിം നബിക്ക്, ഇസ്മായിൽ നബിക്ക്, ഇസ്ഹാഖ് നബിക്ക്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവരുടെ സന്താന പരമ്പരകൾക്ക് നൽകപ്പെട്ടതിലും. വമാ ഊത്തിയ മൂസ വ ഈസ, മൂസാ നബിക്ക് നൽകപ്പെട്ടതിലും ഈസാ നബിക്ക് നൽകപ്പെട്ടതിലും. ഇനി ഈ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വൻ നബിയ്യൂന മിർ റബ്ബിഹിം, അള്ളാഹുവിൽ നിന്ന് എത്ര നബിമാർ ലോകത്ത് വന്നിട്ടുണ്ടോ രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാൾ തമ്മിലും ഞങ്ങൾ ഒരു വേർതിരിവ് കാണുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും. അപ്പോൾ ഇസ്ലാമാണ് യഥാർത്ഥ മതം എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് മനസ്സിലാക്കണം. സൂറത്തു ആലി ഇമ്രാൻ 84. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും എല്ലാ പ്രവാചകന്മാരിലും, കാരണം എല്ലാറ്റിൻ്റെയും സ്രോതസ്സ് ഒന്നാണ്. എല്ലാ അമ്പിയാക്കളും എല്ലാ വേദഗ്രന്ഥങ്ങളും ജനങ്ങളെ പഠിപ്പിച്ചത് ഇസ്ലാം എന്ന ശുദ്ധമായ ഏകദൈവ ആരാധന എന്ന ആദർശമാണ് എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തൗറാത്തിലുള്ളത് ഇഞ്ചീലിലുണ്ട്, ഇഞ്ചീലിലുള്ളത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പിയടി സിദ്ധാന്തം ആരും കൊണ്ടുവരേണ്ടതില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായി പ്രാമാണികമായി പരിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്.